അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വിഷമകരമായ ഒരു വീഡിയോ ആണ് കാണാൻ കഴിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ വിമർശിക്കപ്പെട്ട ഒരു മജ്ലിസാണ് നൂറെ മദീന എന്ന ആത്മീയ മജ്ലിസ്. ഞാൻ വ്യക്തിപരമായി വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല ചെയ്യുന്നത്. ആളുകൾ ഇത്തരം ചൂഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് ഞാൻ വിഷയം അവതരിപ്പിച്ചു തരുന്നത്. ഒരുപാട് മജ്ലിസുകൾ നടക്കുന്നുണ്ട്. അറിവിന്നിലാവ്, മദനീയം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് നല്ല നല്ല മജ്ലിസുകൾ, നൂറെ അജ്മീർ അടക്കമുള്ള ഒരുപാട് മജ്ലിസുകൾ, വലിയ വലിയ ഉസ്താദുമാർ നേതൃത്വം നൽകുന്ന മജ്ലിസുകൾ നടക്കുന്നുണ്ട്. അതിലൊക്കെയും കാണാത്ത ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള, വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു മജ്ലിസ് കാണാനിടയായി. അതിനെക്കുറിച്ച് മഹാനായ അൻസാരി സുഹരി ഉസ്താദ് നല്ല രീതിയിൽ വിശദീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ഭാഗം ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സെപ്റ്റംബർ മാസം 14-ാം തീയതി ഉംറയ്ക്ക് വന്നത്. അതിന് മുമ്പായിട്ട് കുറഞ്ഞത് ഒരു 10,000 സ്വലാത്ത് ചൊല്ലി തീർക്കാം. ആ ചൊല്ലി തീർക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ജില്ല ഞാൻ തരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇന്ന് തന്നെ വിളിച്ചു പറയാം. ആ വിളിച്ചു പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ സംരംഭത്തിൽ ഒരു 1000 രൂപ നിയത്താക്കി അയക്കുക. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഒരാൾ കാരണം ഒരാൾ ഉംറയ്ക്ക് പോകട്ടെ എന്നുള്ളൊരു നിയത്തിലാണ്. ഞാൻ പറഞ്ഞു 85 പേര് ചേർന്നിട്ട് ഒരാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് തെരഞ്ഞെടുത്ത് ഉംറയ്ക്ക് വിടണം. ആ 85 പേരും ഒരാൾ 1000 രൂപ വെച്ച് 85 പേര് തരികയാണെങ്കിൽ ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉംറയ്ക്ക് വിടാലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അൽഹംദുലില്ലാഹ് ഇപ്പൊ അത് 85 കൂടുതൽ ആൾക്കാരായിട്ടുണ്ട്. അപ്പൊ അത് കണ്ടല്ലോ അല്ലേ? കേരളത്തിലെ പ്രമുഖനായ ഒരു സയ്യിദും ആലിമുമായ ഒരു പ്രമുഖ വ്യക്തി ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് തെര്യപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുകയാണ്. ഇത്തരം ആളുകളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആയുധം താഴെ വെച്ചാണ്. ഇതിൽ നിങ്ങൾ കണ്ട വ്യക്തി എനിക്ക് പരിചയമുള്ളതാണ്, എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ആളാണ്, സാധുവാണ്. പക്ഷെ നമ്മളിത് പറയേണ്ടി വരുന്ന സാഹചര്യം, ഒരു വ്യക്തിയുടെ വൈകല്യം അദ്ദേഹത്തിൽ മാത്രം അധിഷ്ഠിതമായി നിന്നാൽ പ്രശ്നമില്ല. പക്ഷേ അതൊരു ഉമ്മത്തിന്റെ മൊത്തത്തിലുള്ള വൈകല്യമാകുകയും വലിയ ഒരു ചൂഷണത്തിന് സമൂഹം വിധേയപ്പെടുമ്പം സാധുക്കളായ ഒരു മുത്തഅല്ലിം എന്നുള്ള നിലക്ക്, നിങ്ങളെ നിരന്തരമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലക്ക്, ഒരു കടപ്പാട് വീടുക എന്ന നിലക്ക് ഇത് പറയാൻ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കാണും. അതിൽ ആ സാധുവായ മുത്തഅല്ലിം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, 85,000 രൂപക്ക് ഉംറക്ക് കൊണ്ടുപോകും. 85 പേര് 1000 രൂപ വെച്ച് അയക്കണം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെയാണ് ഉംറക്ക് കൊണ്ടുപോകുന്നത്. ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഉംറ ചെയ്യാം. ബാക്കി 84 പേരും നിരാശരാണ്. ഇത് ലോട്ടറി അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഉലകത്തിൽ വേറെ ഏതാണ് ലോട്ടറി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് ലോട്ടറി അല്ലെങ്കിൽ പിന്നെ ഏതാ ലോട്ടറി? 85,000 രൂപക്ക് ഉംറ, അതിന് സൗജന്യ ഉംറ എന്നാ പറയുന്നത്. ഇതിൽ വിജയിയാകുന്ന സ്ത്രീ, ആ സ്ത്രീ 1000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് സൗജന്യമല്ല, അതൊരു വിഷയമേ അല്ല. പോട്ടെ, അത് പോട്ടെ. 85 പേര് 1000 രൂപ വെച്ച് അയക്കണം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രം ഉംറ ചെയ്യാം. ബാക്കി 84 പേര് നിരാശരാണ്. എന്താണ് ഇതിന്റെ ഇസ്ലാമിക മാനം? ഞാൻ പറയുന്ന എൻ്റെ ഉമ്മമാരങ്ങ് വിട്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? അള്ളാഹുവിന്റെ തൃപ്തിയും ഈമാനോടുകൂടിയുള്ള ജീവിതവും ഈമാനോടുകൂടിയുള്ള മരണവും. നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ദുർബലരാണ്. നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇതൊക്കെ ചൂഷണമാണ് ഉമ്മമാരെ. നിങ്ങൾ പണ്ട് ചെയ്ത പണിയൊക്കെ ഉണ്ടല്ലോ, ഇശാ മഗ്‌രിബിന്റെ അടക്കം നിങ്ങൾ ചൊല്ലിയ ദിക്റും സ്വലാത്തും വിശുദ്ധമായ ഖുർആൻ, അതൊക്കെ ആയിട്ട് നിങ്ങൾ കൂടുക. ഇല്ലെങ്കിൽ ഞാൻ എല്ലാ ഉള്ളിയും മജ്‌ലിസുകളെയും തിരസ്കരിക്കുകയല്ല, എല്ലാം മോശമാണെന്ന് പറയാൻ നമ്മളൊന്നും ആളുമില്ല. പക്ഷേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോ. നിങ്ങളെ നന്നായിട്ട് പലരും ചൂഷണം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് സാമ്പത്തിക ചൂഷണം മാത്രമല്ല. ഈ കഴിഞ്ഞ റമളാന് ഒരു സ്ത്രീ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ ഭർത്താവിനോടാണോ പൊരുത്തം ചോദിക്കേണ്ടത്, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയാണോ വേണ്ടത്? ഒരു ഓൺലൈൻ മജ്‌ലിസിൽ കുടുങ്ങി അതിന്റെ പല തലങ്ങളിലേക്ക് പോയി, കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് പറയാണ്, എല്ലാവരും മോശമാണെന്നുള്ള അഭിപ്രായമല്ല. അതുകൊണ്ട് സാമ്പത്തികം മാത്രമല്ല, ആത്മാഭിമാനവും കൂടെ നഷ്ടപ്പെടുന്ന ചില മേഖലകൾ ഇതിനകത്തുണ്ട്. മൊത്തത്തെ അടച്ചാക്ഷേപിക്കില്ല. അതുകൊണ്ട് എൻ്റെ പുന്നാര ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ സമീപത്തുള്ള ഉസ്താദന്മാരോട് ചോദിക്കുക, ഉസ്താദേ 85 പേര് 1000 രൂപ വെച്ച് അയക്കണം. അതിൽ 84 പേര് നിരാശരാകുകയും ഒരാൾക്ക് മാത്രം ഉംറ ചെയ്യാൻ അവസരം ലഭിച്ചാൽ
അങ്ങനെ ഒരു ഉംറക്ക് പോകൽ അനുവദനീയമാണോ? അങ്ങനെ ധനസമാഹരണം അനുവദനീയമാണോ എന്ന് നിങ്ങൾ ചോദിച്ചോ. ഞാൻ പറയുന്നതിന് വിട്, എന്നിട്ട് നിങ്ങൾ ഒരു ഡിസിഷനിലേക്ക് എത്തുക. അല്ലാതെ ഞാൻ എന്ത് പറഞ്ഞു തരാനാണ്? ഇത് മാത്രമല്ല, എന്നെ കേട്ടിരിക്കുന്ന ഉമ്മമാർ ഇതുകൂടി കണ്ടോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ, ആ ജേതാവായ സ്ത്രീയുടെ പേരും നമ്പരുമാണ് ഈ വിളിച്ചു പറയുന്നത്. എത്ര ആളുകൾ ഇത് കാണുകയാണ്? ആ സ്ത്രീയുടെ നമ്പർ കാസർഗോഡ് ജില്ലയിലുള്ള എത്ര ആളുകൾ അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും? ഞാൻ ഫുൾ കാണിക്കുന്നില്ല, ഞാനായിട്ട് കാണിക്കണ്ടല്ലോ. ഉമ്മമാരെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞപ്പോ ഒരു ദഅ്വാ പ്രഭാഷകനെ ഞാൻ പള്ളിയിൽ നിന്ന് കണ്ടു. എന്റെ റൂമിൽ വന്നു. അദ്ദേഹം തൊപ്പി ഇങ്ങനെ ഊരിയിട്ട് തല ഇങ്ങനെ കാണിച്ചു. ഇപ്പൊ 27 സ്റ്റിച്ച് ഇങ്ങനെ കിടക്കാണ് തലയിൽ, 27 സ്റ്റിച്ച്. എന്താ കാരണം എന്നറിയാമോ? എന്താണ് എന്നെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അറിയോ എന്താ കാരണം? ഞാൻ പറഞ്ഞുതരാം. 27 വയസ്സുള്ള സമയത്ത് ഇസ്ലാമിനോടൊരു താല്പര്യം തോന്നി. സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഇസ്ലാം ആശ്ലേഷിക്കണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ട് രഹസ്യമായിട്ട് ഇസ്ലാം അത് സ്വീകരിച്ചു. പക്ഷെ എങ്ങനെയോ അത് പുറത്തായപ്പം അദ്ദേഹത്തിന്റെ സൗഹൃദ വലയത്തിലുള്ള കുറച്ച് ഇസ്ലാം വിരോധികളായ ആളുകൾ അദ്ദേഹത്തോട് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ വ്യാജനെ വിളിച്ചു വരുത്തി. സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടൊക്കെ പുറയുന്ന വടിവാളിൽ വെട്ടി എന്റെ തലയിൽ. എന്ന് മാത്രമല്ല, ആ വെട്ടുകൊണ്ടുകൊണ്ട് ആ തൊട്ടപ്പുറത്ത് പുഴയാണ്. ആ പുഴയിലേക്ക് ചാടി മറുകരയിലേക്ക് എത്തണം. നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കൂർത്ത കരിങ്കല്ല് കൊണ്ട് അദ്ദേഹത്തിന്റെ തലയിലേക്ക് എറിഞ്ഞു. അദ്ദേഹം പറയാണ്, എങ്ങനെയാണ് ആ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പോലും അറിയാൻ വയ്യാന്ന്. സത്യം പറഞ്ഞ അള്ളാഹുവാണ് സത്യം, എന്റെ നെഞ്ചു പടഞ്ഞു പോയി. ഞാൻ പെട്ടെന്ന് ഇത്തരം വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് ഈ ദീൻ കിട്ടിയിട്ട് ഒരു മുട്ടുസൂചി കൊണ്ട് പോലും നമുക്കാർക്കും കുത്തു കിട്ടിയിട്ടില്ല, ശരിയല്ലേ? എന്നാൽ ഈ മതം സ്വീകരിക്കാൻ വേണ്ടി ഇന്നും എന്റെ അറിവിൽ തന്നെ എന്റെ സൗഹൃദ വലയത്തിലുള്ള ധാരാളം ആളുകൾക്ക് അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം ഭയന്നിട്ട് രഹസ്യമായിട്ട് വീടുകളിൽ ബാത്ത് ചെയ്യുന്നവരുണ്ട്. നമ്മളൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് ഈ മതത്തിന്റെ ഭാഗമായി ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇതിനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ കോമാളിത്തരം കാണിക്കുകയും ഈ ചൂഷണത്തിനൊക്കെ പോവുകയും, ഈ മതം എന്ന് പറഞ്ഞാൽ കൊടിക്ക് ചുറ്റും കറങ്ങലും ഈ പറയപ്പെട്ട കോമാളിത്തരമൊക്കെ ആണെന്ന് കാണുമ്പോൾ വേദന കൊണ്ട് പറയാൻ. സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു ദിവസത്തേക്ക് ഈ സംസ്ഥാനത്തിന്റെ അധികാരം എന്റെ കയ്യിൽ തന്നാൽ, സത്യം പറഞ്ഞ വികസനങ്ങൾക്കൊക്കെ മുമ്പ് ചില ആളുകളെ കാലെ വാരി അതിൽ താഴെയിടണം. കാരണം ഈ ഉമ്മത്ത് അനുഭവിക്കേണ്ട, ഹൈറായ രൂപത്തിൽ അനുഭവിക്കേണ്ട ഈ സമ്പത്തൊക്കെയാണ് ഇങ്ങനെ കൊള്ളയടിച്ച് ഇങ്ങനെ ചൂഷണം ചെയ്ത ചൗമാര് തിന്ന് ഇങ്ങനെ സുഖിച്ച് നടക്കുന്നത്. എത്രയോ പ്രമുഖരായ പണ്ഡിതന്മാർ അവരുടെ സ്ഥാപനങ്ങൾ ഒരു ദിവസം ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടാണ്, എന്തെല്ലാം സഹിക്കും, ഏതെല്ലാം ദിക്കുകളിലേക്കാണ് അവർ ഓടുന്നത്. ഇതൊക്കെ ഉമ്മത്തിന് ലഭിക്കേണ്ട പണമാണ്. ഈ കൂടുതൽ പറയുന്നില്ല. അസ്സലാമു അലൈക്കും. വളരെ നല്ല രീതിയിൽ വിശദമായി അൻസാരി സുഹൈരി ഉസ്താദ് അവറുകൾ പറഞ്ഞു തന്നത് നിങ്ങളൊക്കെയും കേട്ടവരാണ്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുകയും ഈ വിഷയം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്ത് സത്യം മനസ്സിലാക്കുക. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും ചൊരിഞ്ഞു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.